ഹായ് സൈക്കോ ആംഗിളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 വീഡിയോക്ക് ബാക്കിലായിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തുടക്കക്കാർക്ക് പറ്റിയുള്ള റോഡും റീലും എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ആ വീഡിയോ കണ്ട് നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോ കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്നും ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചുള്ള ഒരു കാര്യമുണ്ട്, സ്വാഭാവികമാണ്. കാരണം ഞാൻ അന്നത്തെ വീഡിയോയിൽ ഏകദേശം 5000 രൂപയുടെ മുകളിൽ വരുന്ന റോഡും റീലാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഈ 5000-6000 രൂപ കൊടുത്തിട്ടൊന്നും റോഡ് റീലും മേടിക്കാൻ പറ്റില്ല. അപ്പോ അവര് പറഞ്ഞുള്ള കാര്യമാണ്, ഞങ്ങൾ തുടക്കുകയാണ്, നമ്മൾ ഈ 6000-7000 രൂപ കൊടുത്തിട്ട് റോഡ് റീലും മേടിച്ച് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമുള്ള എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു മീനിനൊക്കെ പിടിക്കാൻ പോയിട്ട് ഒരു മീനിന്റെ സ്ട്രൈക്കും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ റോഡ് റീലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത്രയും രൂപ നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിലുള്ള ആൾക്കാർക്ക് ഒരു 3000-4000 ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റുന്ന റോഡ് റീൽ പരിചയപ്പെടുത്താവോ എന്ന് ചോദിച്ചിട്ട് കമന്റ്സ് ചെയ്തിട്ടുള്ള കാര്യമാണ് അന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചിട്ട് തന്നെ. അപ്പൊ നമ്മുടെ ഈ ചാനൽ മുന്നേ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിൽ അത് നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്, റോഡും റീലും ടാക്കിൾസ് എല്ലാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് 3400 രൂപയുടെ ഒരു കിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കിറ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആ ഒരു കിറ്റില് റോഡ് ഏതാണ്, റീൽ ഏതാണ്, അതിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം, അതായത് തുടക്കക്കാരായിട്ടുള്ള അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും ഇതിനെ പറ്റിയിട്ട് അറിയാത്ത, അവരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ കിറ്റിൽ വരുന്ന റോഡുണ്ട്. ആ റോഡ് ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത്. റോഡ് വരുന്നത് പൈനിയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉലുവ XC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 8 ഫീറ്റ് റോഡാണ് നമ്മുടെ കിറ്റിനകത്ത് കൊടുക്കുന്നത്. ആ റോഡ് നമ്മുടെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതാണ് റോഡ് വരുന്നത്. ഇതിന് നമുക്ക് 30 to 60 ഗ്രാം വരെ ലൂർ കപ്പാസിറ്റി ഉള്ള റോഡ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈനിയറിന്റെ മറ്റൊരു റോഡും കൂടി വരുന്നുണ്ട്, പൈനിയറിന്റെ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള റോഡ്. അതിനേക്കാൾ ബെറ്റർ ആണ് ഇത്. കാരണം എന്താ വെച്ചാൽ അത് ഇത്തിരി വെയിറ്റ് കൂടുതലാണ്, ഇത് വെയിറ്റ്ലെസ് ആണ്. ഇത് നമുക്ക് നമ്മുടെ കാർപ്പ് ഫിഷിങ്ങിനും അതുപോലെ ലൂർ കാസ്റ്റിങ്ങിനും ഫ്രോഗ്, അതായത് നമ്മുടെ ഈ സ്നേക്കഡ് ഫിഷിങ്ങിനും അതുപോലെയുള്ള ഫിഷിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള റോഡ് തന്നെയാണ്. സംഭവം വെയിറ്റ്ലെസ് ആണ്, 8 ഫീറ്റ് ആണ് വരുന്നത്. ഇതിന്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ബ്ലൂ ആണ്, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റെഡ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു കളർ കൂടി നമ്മളെടുത്ത് അവൈലബിൾ ആണ്. 3 കളേഴ്സ് ഇപ്പൊ നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഇനി വരുന്നത് വെച്ചാൽ ഗോൾഡ്. ഓക്കെ, ഗോൾഡ്. ഇത്രയും 3 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു റോഡാണ് നമ്മുടെ ആ കിറ്റിനകത്ത് കൊടുക്കുന്നത്, പൈനിയറുടെ ഉലുവ 8 ഫീറ്റ്. ഓക്കെ, നമ്മുടെ ആ കമ്മ്യൂണിറ്റി ടാബിനകത്ത് ആ ഒരു പോസ്റ്റർ ഇട്ടപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ അതിനകത്ത് നമ്മൾ പിക്ചർ മാത്രം കൊടുത്തുള്ളൂ, അതിന് ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന്റെ ഫുൾ രൂപ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി അതുപോലെ തന്നെ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ വരുന്ന റീല്. നമ്മള് അതായത് 3400-നും 3500-നും 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കിറ്റുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന റീൽ എന്ന് പറഞ്ഞാൽ രണ്ടും പൈനിയർ എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. 3400-ൽ പൈനിയറിന്റെ വേറെ ഒരു റീലും, പിന്നെ അത് 3500-ൽ അതിനെക്കാൾ ഇത്രയും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റീലും. അപ്പൊ ഈ 2 റീലാണ് 2 ബഡ്ജറ്റില്. അപ്പൊ നമ്മള് 3400 രൂപ പറഞ്ഞ ആ കിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന റീലാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിനകത്ത് വരുന്ന റീൽ എന്ന് പറഞ്ഞത് ഈ കാണുന്ന റീലാണ്. ഇതിന്റെ പേര് വരുന്നത് ഫ്ലാഷ് XAFL 4000 XA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണുന്നത്. ഇതിന്റെ 2 കളേഴ്സ് അവൈലബിൾ ആണ്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡ്രാഗ് കപ്പാസിറ്റി കാര്യങ്ങളൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 3.5 മാക്സിമം ഡ്രാഗ് കപ്പാസിറ്റി. ഇതാണ് നമ്മളിപ്പോ ഇതിമ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. കാരണം അതിനുള്ള റേറ്റേ ഉള്ളൂ. പിന്നെ ഡ്രാഗ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ഈ റോഡും റീലൊക്കെ നമ്മൾ മേടിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഡ്രാഗ് എന്താണെന്ന് അറിയുന്നതിന്റെ ഒരുവിധം നിങ്ങൾ ഈ റോഡും റീലും കുറഞ്ഞതും കൂടിയതും മേടിക്കുന്നതിന്റെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാണാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ വരുന്ന റീൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പൊ അത് ഈ കാണുന്നതാണ് ഇതിനകത്ത് വരുന്ന റീല്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി ലുക്ക് തന്നെയാണ് ഇതിന് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൂടെ കണ്ടോ, നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഹാൻഡിലൊക്കെ ഉണ്ടല്ലോ, കൂളായിട്ട് നമുക്കൊരു മീൻ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ സ്പൂള് വരുന്നത് മെറ്റലാണ്. അപ്പോ കുഴപ്പമില്ല, നമുക്ക് ആ കൊടുക്കുന്ന പ്രൈസിനുള്ള മുതൽ എന്തായാലും ഇതിനകത്തുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത ഡ്രാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പൈനിയർ എന്നുള്ള കമ്പനി.
അപ്പൊ ഇതാണ് നമ്മുടെ 3400 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ആ കിറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന റീല് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 3500 രൂപക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു കിറ്റ് ഉണ്ട്. അതിനകത്ത് കൊടുക്കുന്നതും പൈനിയറുടെ റീല് തന്നെയാണ്. ഇതിനെക്കാട്ടി ഇത്രയും കൂടി ട്രാക്ക് കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഒരു റീല്. അപ്പൊ അത് ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി 3500 രൂപക്ക് നമ്മൾ കൊടുക്കുന്ന ആ കിറ്റിനകത്ത് വരുന്ന റീല് എന്ന് പറയുന്നതും പൈനിയറുടെ റീൽ തന്നെയാണ്. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന റീലാണ് പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലാണ് നമ്മൾ അതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് വരുന്ന മാക്സിമം ട്രാക്ക് കപ്പാസിറ്റി ഇതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതൊന്നും നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഒരു 4.5 മാക്സിമം ട്രാക്ക് കപ്പാസിറ്റിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ റീൽ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കാളും ഒരു ഗിയർ റേഷ്യോ ഇത്തിരി കൂടി കൂടുതലാണ്. ഇത് 5.2:1 ആണ്. മറ്റേതിനുണ്ടായിരുന്ന ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് 5.1:1 ആണ്. അപ്പോ അതിനും കൂടി ഇത്തിരി തമ്മിൽ ഈ ഡ്രാഗിന്റെ കപ്പാസിറ്റിയിലായാൽ പോലും ഗിയർ റേഷ്യോയിലായാലും എല്ലാം കൊണ്ടും ഇത്തിരി കൂടി ബെറ്റർ ആണ് ഈ ഒരു പൾസ് എന്നുള്ള റീല്. ഇതിന്റെ റീല് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൽ വരുന്ന റീല് എന്ന് പറയുന്നത്. പൾസ് എന്നുള്ള റീൽ എന്ന് പറയുന്നത് ഈ കാണുന്ന റീലാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഹാൻഡിലും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ലുക്കും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. പുറമെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്പൂളും വരുന്നത് മെറ്റൽ സ്പൂൾ തന്നെയാണ്. നിങ്ങൾക്കൂടെ കാണുന്നുണ്ടാവും ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 3500 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കിറ്റിനകത്ത് വരുന്ന റീൽ എന്ന് പറഞ്ഞത്, പൈനിയറിന്റെ പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള റീല്. പിന്നെ അതുപോലെ നമ്മുടെ ഈ കിറ്റിനകത്ത് വരുന്ന ഇനിയിപ്പോ 3400-ആയാലും 3500-ആയാലും ഇതിനകത്ത് കൊടുക്കുന്ന ബ്രൈഡൽ ലൈൻ എന്ന് പറയുന്നത് ക്രിംസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ DNA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡല്. ഇതാണ് നമ്മൾ അതിനകത്ത് നമ്മൾ സ്പൂൾ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ കിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു റീലിനകത്ത് നമ്മളത് ഫുൾ ആയിട്ട് സ്പൂൾ ചെയ്ത് അതായത് ചുറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ ഒരു ബ്രൈഡൽ ലൈൻ ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ക്രിംസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ DNA എന്നുള്ള എത്ര LB വെച്ചാൽ 50 LBയുടെ 37 mm ആണ് ഈ ഒരു ബ്രൈഡ് വരുന്നത്. ഇതായിരിക്കും നമ്മൾ അതിനകത്ത് ചുറ്റി കൊടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ ഒരു ലീഡർ ലൈൻ സെറ്റും പറഞ്ഞിട്ടുണ്ട്. മസ്റ്റാർഡിന്റെ സ്യൂവൽ സ്നാപ്പും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു 1 മീറ്റർ വരുന്ന ലീഡർ ലൈൻ ആയിരിക്കും പിന്നെ അതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് വെച്ചാല് ഇതിനകത്ത് ഷാഡും ജിഗഡും കൊടുക്കുന്നുണ്ട്. ഷാഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല റിസൾട്ട് ഉള്ള കളർ ഷാഡായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മസ്റ്റാർഡിന്റെ ജിഗഡും മിക്കവാറും നമ്മൾ കൊടുക്കുക വെച്ചാൽ നോയിബി അല്ലെങ്കിൽ JB ഷാഡിന്റെ കോപ്പി. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ നമ്മൾ അതിനൊപ്പം കൊടുക്കും. ഇനി അതല്ല ഷാഡും ജിഗഡും വേണ്ടാന്ന് പറഞ്ഞവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് ലുക്കാന എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ കാണുന്ന ഇതുണ്ടോ, ഈ കാണുന്ന ഒരു ലൂറുണ്ട്. ഈ ഷാഡും ജിഗഡ് വേണ്ട, അതിന് പകരം ലൂറ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലൂറായിരിക്കും അതിനകത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മുടെ ഈ കിറ്റിനകത്ത് വരുന്നത് ഈ കാണുന്ന 2 ഫ്രോഗിൽ ഏതെങ്കിലും ഒരു കളർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോ ലുക്കാന എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രോഗ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കിറ്റിനകത്ത് വരുന്നത്. അതിപ്പോ നമ്മുടെ 3400 3500 കിറ്റിന്റെ കാര്യം പറഞ്ഞ് 3400 500 മാറുമ്പോൾ ഉള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3500 ആകുമ്പോൾ ആ റീലില് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. 3500 വരുന്ന റീൽ എന്ന് പറഞ്ഞത് പൾസ് ആയിരിക്കും. മറ്റേത് വരുന്നത് നമ്മുടെ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിരിക്കും. ഇപ്പൊ നമ്മുടെ 3400 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കിറ്റിൽ വരുന്ന ടാക്കിൾസ് ആണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള റീല് എന്ന് പറയുന്നത് പൈനിയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലാഷ് 4000 ആയിട്ടുള്ള ഒരു റീലാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന റോഡ് എന്ന് പറയുന്നത് പൈനിയറിൻ്റെ ഉലുവ 8 ഫീറ്റ് റോഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഷാഡോ ലൂറോ ഏതെങ്കിലും ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഷാഡാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ ജിഗട്ട് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രോഗ് ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മളിതിൽ സ്പൂൾ ചെയ്യുന്ന ബ്രൈഡ് എന്ന് പറയുന്നത് DNA-യുടെ ഈ ഒരു കാണുന്ന ബ്രൈഡാണ്. പിന്നെ അതിനുശേഷം അതിൽ വരുന്ന നമ്മൾ കൊടുക്കുന്ന 1 മീറ്റർ വരുന്ന ലീഡർ ലൈൻ സെറ്റ് ഉണ്ട്. അതിൽ കാണുന്നത് ഈ ജെത്രെഡ് എന്ന് പറയുന്ന ഡൈവയുടെ ലീഡർ ലൈൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3400 രൂപയിൽ വരുന്ന ടാക്കിൾസ്. അപ്പോൾ 3500 വരുന്ന കിറ്റാണ് ഈ കാണുന്നത്. ഇതിലാകെ നമുക്ക് 3400 നിന്നും വ്യത്യസ്തമാകുന്നത് ഇതിൽ വരുന്നത് റീൽ എന്ന് പറയുന്നത് പൈനിയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ബാക്കിയെല്ലാം സെയിം ആണ് വരുന്നത്. നമുക്ക് ഷാർഡ് ആണെങ്കിൽ ഷാർഡ് എടുക്കാം, ലൂർ ആണെങ്കിൽ ലൂർ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ റോഡും നമ്മൾ 3400 കൊടുക്കുന്ന റോഡ് തന്നെയാണ്. സെയിം റോഡ് തന്നെ ആയിരിക്കും 3500 ഉണ്ടായിരിക്കാം. അപ്പോൾ റീലിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കിറ്റിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ സെയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിലൊരു കിറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ കിറ്റിന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്.
അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിനകത്തുള്ള ഈ വാട്സാപ്പ് നമ്പറിൽ താഴത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിനകത്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇനി എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.